മതികലയെ രവി മുറിയിൽ നിന്നും പുറത്താക്കുന്നു. കളിക്കുന്നതിനിടെ ഒറ്റപ്പെട്ട വീട്ടിൽ കയറുന്ന കുട്ടിമണി ആ വീട്ടിലെ സ്ത്രീയെ സഹായിക്കുന്നു. ബാലനെ കാണാനെത്തിയ മനസ്സുജൻ മതികല ഇനി വയലോരം വീട്ടിൽ വേണ്ട എന്ന് പറയുന്നു. കമ്പനിയുടെ ചുമതലകൾ രവിയെയും മനസ്സുജനെയും ഏൽപ്പിക്കുമെന്ന് മഹാദേവൻ തമ്പി. DNA ടെസ്റ്റിന് അനുമതി ലഭിച്ചതോടെ നകുലൻ ജാമ്യത്തിലിറങ്ങുന്നു. DNA ടെസ്റ്റിന് വരില്ല എന്ന് പറയുന്ന സീതയെ താൻ സമ്മതിപ്പിക്കാമെന്ന് സുഭദ്ര. സീതയെ DNA ടെസ്റ്റിന് സമ്മതിപ്പിക്കുന്ന സുഭദ്ര. കുട്ടിമണിയെ കണ്ടെത്തുന്നതുവരെ വിശ്രമമില്ല എന്ന് മനസ്സുജൻ. കുട്ടിമണി രാഹുലിന്റെ വീട്ടിലുണ്ടെന്ന് പോലീസ് കണ്ടുപിടിക്കുന്നു. സ്റ്റേഷനിലെത്തിയ കുട്ടിമണിക്ക് മനസ്സുജനെ തിരിച്ചറിയാനാകുന്നില്ല. ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്നതോടെ കുട്ടിമണിയെ മനസ്സുജനെ ഏൽപ്പിക്കാമെന്ന് രാഹുലൻ. മതികലയെ കാണാനെത്തുന്ന സഞ്ജുവിനെ ഓടിക്കുന്ന സുഭദ്രയും കാവടിയും. കുട്ടിമണിയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന രാഹുലിന്റെ അമ്മയും സഹോദരിയും. DNA ടെസ്റ്റ് റിസൾട്ട് അനുകൂലമാകുന്നതോടെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരണമെന്ന് നകുലൻ തീരുമാനിക്കുന്നു. കോടതി വിധിയിലൂടെ സ്വന്തം കുഞ്ഞിനെ തിരികെ കിട്ടുമെന്ന സന്തോഷത്തിൽ ബാലൻ. കുഞ്ഞ് സീതയുടേതല്ല എന്ന് DNA ടെസ്റ്റിൽ തെളിഞ്ഞതായി CI മുംതാസ്. നകുലൻ ഒളിവിൽ പോകാൻ തീരുമാനിക്കുന്നു. കുഞ്ഞിനെ കിട്ടാത്തതിൽ ബാലന് വിഷമം. കുട്ടിമണി അമ്മയെ സ്വപ്നം കാണുന്നു. മനസ്സുജനും പിച്ചടയും കുട്ടിമണിയെ തേടി രാഹുലിന്റെ ഗ്രാമത്തിലെത്തുന്നു. തുടർന്ന് കാണുക. ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് വാ. ഇവിടെ ഒരു രാഹുലിന്റെ വീടറിയോ? അറിയാം, ഞാനവന്റെ അളിയൻ നമ്പൂതിരിപ്പാടാ. പേര് മകേഷ്, കേട്ടിട്ടുണ്ടാവും. തന്ത്രിയാണ്. എനിക്ക് രാഹുലിനെ ഒന്ന് കാണണമായിരുന്നു. അല്ല, എന്താ കാര്യം പറയ? രാഹുലിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, കുട്ടിമണി, അവളെന്റെ ഭാര്യയാണ്. ഭാര്യയോ? അതെ. ഓ, അപ്പോ അന്യന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുവാണല്ലേ? അമ്മയും പെങ്ങളെയും പോലും ചതിക്കുകയാണ് അവൻ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അവളൊരു ഭാര്യയാണെന്ന കാര്യം വീട്ടിൽ ആരോടും രാഹുലൻ പറഞ്ഞിട്ടില്ലേ? ഭാര്യ മാത്രമല്ല, എന്റെ കുഞ്ഞിന്റെ അമ്മ കൂടി അവള്. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഫോളോ മീ. ഭാവിച്ചില്ല. വാ വാ വാ. സ്വന്തം വീട് പോലെ കരുതിയാ മതി. വാ. ദൈവമേ, അയ്യോ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അങ്ങനെ നീ വരുന്നത് നോക്കി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കാൻ എനിക്കാവില്ല. എന്നിൽ നിന്ന് നീ പറിച്ചെടുത്തത് എന്റെ ഹൃദയമാ. എന്തു ബ്രദർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒക്കെ നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. അളിയ കൂടെ വരാൻ. ഇതൊന്ന് പരിഹരിക്കണമെന്ന് വരാൻ. എന്താ? അതെ, ഇവര് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരികയല്ലേ. എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചോണ്ടോ, എന്നിട്ടേ പതുക്കെ വന്നാ മതിയേ. ഞാനേ പോയാലല്ലേ വരാൻ പറ്റൂ. ബേക്കറി ഐറ്റംസ് പിന്നെ മേടിക്കാം. അതെ, ഞാനേ അത് പിന്നെ നീ ഒന്നും കൂടുതൽ പറയണ്ട. എന്റെ കുട്ടു ഒരു ഭാര്യയാണെന്നും അമ്മയാണെന്നുള്ള കാര്യം പോലും നീ ഇവിടെ മറച്ചു വെച്ചിരിക്കുകയല്ലേ. എന്നെയും കുട്ടുവിനെ മാത്രമല്ല, സ്വന്തം വീട്ടുകാരെ പോലും ചതിക്കുക നീ. കൂടുതൽ വർത്താനം പറയാൻ നിൽക്കേണ്ട മനസ്സുജമ്പായി കുട്ടിമണി പെങ്ങളെ വിളിക്ക്. ബഹളം വെച്ചാലും പിടിച്ചോണ്ട് പോവാ. ഭായ്, ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നേ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കറിയാവുന്നത് ഒരു പെൺകുട്ടിയുടെ സംരക്ഷണം പോലീസ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവളുടെ പേര് കുട്ടിമണി എന്നാണെന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവള് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയെന്നൊക്കെ പറയുമ്പോൾ മിനിമം നിങ്ങൾ തിരിച്ചറിയെങ്കിലും വേണ്ടേ? താൻ തോന്നിത്തരം പറഞ്ഞ കൊന്നുകളെ ഞാൻ. SP ഓഫീസിൽ വെച്ച് ഏമാമാരുടെ മുന്നിൽ ഓച്ചാരിച്ച് നിൽക്കുമ്പോ നീ പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ലല്ലോ. കുട്ടു എന്റെ ഭാര്യയാണെന്ന് അംഗീകരിച്ചോണ്ടല്ലേ നീ ഇങ്ങോട്ട് പോകുന്നത്. ഒരു തിരിച്ചറിയൽ രേഖയും നീ അവിടെ ചോദിച്ചില്ലല്ലോ. മറുപടി പറയളിയാ. പ്ലീസ്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഒക്കെ ഞാൻ സമ്മതിക്കുന്നു, അവള് നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. പക്ഷേ നിങ്ങളെ അവള് തിരിച്ചറിയാത്തടത്തോളം കാലം ഞാൻ ഈ കാര്യം എങ്ങനെ എന്റെ വീട്ടുകാരോട് പറയും? അതിന്റെ പേരിൽ ഞാൻ എന്റെ വീട്ടുകാരെ ചതിച്ചു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സഹിക്കോ? നിന്റെ ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ കുട്ടുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ ചികിത്സിച്ചോളാമെന്ന് വരെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാ നീ അവളുടെ ഗോഡ് ഫാദർ ആയത്. ഇത്ര ദിവസത്തിനിടയിൽ നീ എന്തൊക്കെ ചികിത്സ അവൾക്ക് കൊടുത്തത്? ഏതൊക്കെ ഡോക്ടർമാരെ കാണിച്ചു? എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറയാൻ ചികിത്സിക്കാനുള്ള പണം വരെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് നീ ഒന്ന് പറഞ്ഞല്ലോ. എന്ത് ട്രീറ്റ്മെന്റാ നീ നടത്തിയത്? പറടാ. ഇവൻ ചികിത്സിച്ചിട്ടില്ല, മരുന്നും കൊടുത്തിട്ടില്ല. ഇഡലി ദോശ ഉപ്പാവും മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. അത് തന്നെ എനിക്കറിയാം. ഇവൻ എന്റെ കുട്ടുവിനെ പ്രണയിക്കുക. അവൾ എന്റേത് മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. രാഹുല, ഹൃദയം എന്ന് പറയുന്നത് വെറും ഒരു മാംസകഷ്ണമാണ്. പക്ഷെ അത് നന്നായ എല്ലാം നന്നാവും.
അത് ദുഷിച്ച ഒക്കെ തീർന്നു. നിന്റെ ഹൃദയം വല്ലാതെ ദുഷിച്ചു പോയി രാഹുല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വലിയ സങ്കടമുണ്ട് സുഹൃത്തെ. എന്റെ മനസ്സ് ദുഷിച്ചതായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കുട്ടിമണി ഇവിടേക്ക് കൊണ്ടുവരില്ലായിരുന്നു. ഒന്ന് ഓർത്തു നോക്ക്, മാണിക്യമംഗലത്ത് നിന്ന് അവൾ എന്നോടൊപ്പം ഇറങ്ങി വന്നത് എവിടേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പോലും ചോദിക്കാതായിരുന്നു. ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. എനിക്ക് അവളെ കൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും പോകാമായിരുന്നു. ഞാനത് ചെയ്തോ? ഇല്ലല്ലോ. സമ്മതിച്ചു. പക്ഷേ അരുതാത്തത് ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് കൂടിയാ. വേണ്ട ചികിത്സകൾ നൽകി അവളുടെ ഓർമ്മയെ മടക്കി കൊണ്ടുവരാനാ നീ ശ്രമിക്കേണ്ടത്. നീ അത് ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാനേ നിന്നെക്കാളും ജീവിതം കണ്ടവനാ. ശരീരം കൊണ്ട് എന്റെ കുട്ടുവിനെ കളങ്കപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ അവളെ നിരന്തരം കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ ബുദ്ധിയെ വഞ്ചിച്ചുകൊണ്ട് മനസ്സ് പാപം ചെയ്യുന്നു. പാപം ഒരു പൂന്തോട്ടം പോലെയാ. ഒരു പൂവിന്റെ സുഗന്ധം ആസ്വദിച്ച പിന്നെ എല്ലാ സുഗന്ധവും അറിയണമെന്നാവും. ഇല്ല ബ്രദർ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കുട്ടിമണി നിങ്ങളുടേതാ, നിങ്ങളുടേത് മാത്രം. ബ്രദർ നമ്മളെ കാണണോ? ഞാൻ വിളിക്കാം. നീ വിളിക്കാതെ തന്നെ അവളെ കാണിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട്. തൽക്കാലം എനിക്ക് അവളെ കാണണ്ട. ബായ് എന്തായി പറയണത്? കുട്ടിമണി പെങ്ങളെ കാണാനല്ലേ നമ്മൾ ഇതുവരെ വന്നത്. ഒക്കെ ശരി തന്നെ പിച്ചളെ. പക്ഷേ ഈ രാഹുലിന്റെ ആത്മാർത്ഥതയെ നമ്മൾ സംശയിക്കാൻ പാടില്ല. രാഹുലിനെ ഞാൻ വിശ്വസിക്കുക. എന്റെ കുട്ടുവിനെ എനിക്ക് വീണ്ടെടുത്ത് തരാൻ ഈ രാഹുലൻ പരിശ്രമിക്കും. ഇല്ലേ രാഹുല? എന്താ സംശയം? ഞാൻ വാക്ക് തരിക. ശരി, പിന്നെ കാണാം. ഭാവിച്ചല്ലേ, നമുക്ക് പോവാം. വാ. അളിയോ, ഇത് ശരിയല്ല കേട്ടോ. എന്റെ 500 പോക്കറ്റിലുണ്ടല്ലോ. ഇനി ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ആരോടെങ്കിലും ചെന്ന് ഒരു അക്ഷരം സംസാരിച്ചാ ഒന്നുള്ളയും ഞാൻ പറഞ്ഞേക്കാം. രൂപ പോരല്ലോ. ബായ് ബായ് എന്തായി കാണിച്ചത്? കുട്ടിമണി പെങ്ങളെ കാണാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്തിനാ കാണാൻ തീരുമാനിച്ചത്? കുട്ടുവിനെ വിളിച്ച് കാണിക്കാമെന്ന് അവൻ ആവേശത്തോടെ പറഞ്ഞത് പിച്ചള ശ്രദ്ധിച്ചോ? അതൊരു ചതിയാ പിച്ചളെ. എന്നെ കണ്ട അവൾ ബഹളം ഉണ്ടാക്കും. എന്നെ കാണണ്ടെന്ന് പറയും. നമ്മൾ പോയി കഴിയുമ്പോൾ അവൻ അവളോട് പറയും അവളെ തട്ടിയെടുക്കാനാണ് നമ്മൾ വന്നതെന്ന്. ഇതൊക്കെ വെറുതെ തോന്നുന്നതാ ബായ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനല്ല. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നാടകം കളിക്കുക പിച്ചളെ. നല്ലവളായി നടിച്ച് വയലോരം വീടിനെ തകർക്കാൻ മതികലയുടെ രൗദ്ര നാടകം. എൻ്റെ കുഞ്ഞുമണിയെ വച്ച് സീതയെടുത്തിന് മുന്നിൽ അപ്പച്ചിയമ്മയുടെ വൈകാരിക നാടകം. ഏതോ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് സ്വന്തം കാര്യം നേടാൻ നകുലൻ്റെ ഹാസ്യ നാടകം. അതിനിടയിലാ കുട്ടിമണിയോട് രാഹുലൻ്റെ പ്രേമ നാടകം. ഈ കളരിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാനും തകർത്ത് അഭിനയിക്കണം. അതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കുട്ടുവിനെ കാണണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തുടക്കം ഗംഭീരായി. ക്ലൈമാക്സിൽ കുട്ടിമണി പെങ്ങളും കുഞ്ഞുമണിയൊത്ത് ബായ് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. പക്ഷേ തുടക്കത്തിൽ നിന്ന് ഒടുക്കത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കും? ഒരു വഴി വേണം. വെറും നൂൽപാത പോരാ, സ്ട്രോങ് ആയ ഒരു പാലം തന്നെ വേണം. ആ ഹലോ, നിങ്ങളങ്ങ് ഒരുപാട് ദൂരെ എത്തിക്കാണുമെന്ന് ഞാനങ്ങ് ഭയന്നു. ഞാനൊരു സ്വാത്വിക ബ്രാഹ്മണനാ. അനീതിക്കും അധർമ്മത്തിനും കൂട്ടിക്കാൻ എന്നെ കിട്ടില്ല. എന്റെ അളിയൻ ചെയ്യുന്നത് ഭയങ്കര ചെറ്റത്തരമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ കൂറുമാറാൻ തീരുമാനിച്ചു. കൂറുമാറാനോ? എവിടുന്ന് എങ്ങോട്ട്? എനിക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ഭാഗത്തു നിന്നും പ്രയോജനമുണ്ടാകുന്ന ഏത് ഭാഗത്തേക്കും ഞാൻ കൂറുമാറും. നിങ്ങളുടെ ഭാര്യയെ വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം. പക്ഷേ എനിക്കെന്ത് കിട്ടും? അതാദ്യം പറ. കുട്ടിമണി പെങ്ങളെ രക്ഷിക്കാൻ സഹായിച്ച നിങ്ങൾക്ക് പുണ്യം കിട്ടും. അയ്യ, പുണ്യൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്ക് വേണം? ദമ്പിടി അതെന്ത് കിട്ടും? അതെ, നിങ്ങൾക്ക് തരാൻ പണമൊന്നും എൻ്റെ കയ്യിലില്ല. അയ്യ, ഈ പിച്ചളുടെ ഔദാര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എങ്കിൽ പണമായിട്ട് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം വാങ്ങി തരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഫുഡിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യനായ. ഓ, ഭക്ഷണമൊക്കെ വാങ്ങിത്തരാം. പക്ഷേ ബായ്ക്ക് എങ്ങനെയാ സഹായിക്കാൻ പറ്റുക അത് പറ. കുട്ടിമണിയുടെ ഓർമ്മ വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം. എന്റെ അളിയൻ മഹാവൃത്തികേട്ടനാണെന്നും കുട്ടിമണിക്ക് വേറെ ഭർത്താവുണ്ടെന്നും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നും ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഒന്നും നടന്നില്ലെങ്കിൽ ബോധം കെടുത്തിയിട്ടെങ്കിലും അവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. പോരെ?
അതിന് കുട്ടിമണിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയണം. ബാക്കി എനിക്ക് വിട്ടേക്ക്. ഞാനെല്ലാം പറയാം. സംസാരം ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. ഉടുപ്പി ഹോട്ടലിലേക്ക് പോയാലോ? ഉടുപ്പിയ അയ്യേ, ചിക്കന്റെ കാല് കടിച്ചു വലിച്ചിട്ട് സംസാരിച്ചില്ലേ കാര്യങ്ങൾ ഉഷാറാവും. അല്ല, തന്ത്രിയാന്നല്ല പറഞ്ഞു. ഞാനേ അഥർവം ഫോളോ ചെയ്യുന്ന തന്ത്രിയാ. ഓ, ചിക്കൻ സാക്ഷിയായ ഞാൻ എന്തും ചെയ്യും. സമയം കളയണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ വാ. ഇത് തന്നെയാ ബായ് പറഞ്ഞ വഴി. ഫോളോ മീ. ഇതാ വരിക. വാ ബായ്. അമ്മയുടെ ചോക്കലേ ഉറങ്ങണ്ടേ നമുക്ക്? അമ്മയുടെ പൊന്നുമൊക്കെ നമുക്കേ ഉറങ്ങാം. എന്തിനാ കണ്ണും തുറന്നു കിടക്കുവാണ്, കണ്ണ് അടിച്ചു കിടന്നു. ആഹാ അച്ചു, മോളിതുവരെ ഉറങ്ങിയില്ലേ? എന്തിനാ സീതയെടുത്ത് ഇവളെ ഇപ്പൊ ഓർക്കുന്നത്? ഇങ്ങ് തന്നാ ഞാൻ കുറച്ചേരം കളിപ്പിക്കാം. ഇപ്പൊ ഉറങ്ങേണ്ട സമയം. പക്ഷെ ഇതേ നോക്കിക്കേ, അവൾ ഉറങ്ങുന്നില്ല. അവള് നല്ല എനർജറ്റിക് ആയിട്ട് കിടക്കൂല്ലേ, കണ്ടില്ലേ? വാടി ബുത്തേ, നമുക്കേ ഇത്തിരി നേരം കളിക്കാം കേട്ടോ. കുഞ്ഞിനെ തന്നെ കഷ്ടമുണ്ട് സീതയെടുത്തി. എന്റെ ആത്മാർത്ഥത നിങ്ങൾ ആരും മനസ്സിലാക്കാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. ഇതിൽ ആത്മാർത്ഥതയുടെ പ്രശ്നമൊന്നും ഇല്ല കലേ. പരിചയമില്ലാത്തവരെടുക്കുന്നത് ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടാവില്ല, അവർ കരയും, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ സീതയെടുത്തി പരിചയം ഉണ്ടാവുന്നത്? അതിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ പിന്നെന്താ ചെയ്യ? എനിക്കറിയാം, ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റാന്ന് പറഞ്ഞതുപോലെ എന്റെ കാര്യം. നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായ നിങ്ങൾ ആരും ആ പാവത്തിനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അയ്യോ, അമ്മ കൊളുത്തി പിടിച്ചു, എന്റെ നാട് കൊളുത്തി പിടിച്ചു സീതയെടുത്തി. പരിചയമില്ലാത്ത കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും. അയ്യോ, ഇതൊന്നുമല്ല. ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നടുവിനും വയറ്റിനും ഒക്കെ ഒരു പിടുത്തം. അല്ല, ഇതെന്താ സീതയെടുത്ത് ഇങ്ങനെ? എന്തൊരു വേദനയാണെന്നറിയോ? നീ എവിടെയെങ്കിലും ചെന്നിരിക്കെ, ചിലപ്പോ വിശ്രമിക്കുമ്പോ അങ്ങ് മാറിക്കോളും. ഓ, വിശ്രമമൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല സീതയെടുത്തി. ജോലി ചെയ്ത് മെഴുകുതിരി പോലെ ഉരുക്കി തീരാനായി എന്റെ വിധി. നടുവേദന എന്ന് പറഞ്ഞിരുന്നാലേ അപ്പച്ചിയമ്മ കൂടുതൽ വഴക്കു പറയും. അതൊന്നുമില്ല, അപ്പച്ചമ്മയോട് ഞാൻ പറയാം. സീതയെടുത്തിയുടെ നല്ല മനസ്സിന് നന്ദി. ഇങ്ങനെയൊക്കെ പറയാനെങ്കിലും തോന്നിയല്ലോ. പക്ഷേ ഒന്ന് ഓർക്കണം സീതയെടുത്തി, ഈ വയലോരം വീട്ടില് ഗൃഹനാഥനായ ബാലേട്ടന് പോലും നീതി ലഭിക്കുന്നില്ല. ആ സ്ഥിതിക്ക് പിന്നെ എന്റെ കാര്യം പറയണോ? ബാലേട്ടന് നീതി ലഭിക്കുന്നില്ലെന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞു? സീതയെടുത്തി ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര നാളായി ബാലേട്ടൻ സുഖമില്ലാതായിട്ട്. ഒടിവും ചതവും ഒക്കെ മാറിയില്ലേ? ഏതോ ഒരു വൈദ്യനെ കൊണ്ടുവരാമെന്നും തിരുമിക്കാന്നും ഒക്കെ കുപ്പച്ചമ്മ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പച്ചമ്മ വീണ്ടും പരിഹസിക്കാൻ തുടങ്ങാണോ നീ? അയ്യോ അല്ല, ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം തരുന്നത് മുതലെടുക്കരുതേ. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ സീതയെടുത്തി, പുറത്തുകളാം. ബാലേട്ടൻ അവിടെ സ്വയം കൈയും കാലും തിരുമി ഇരിക്കുന്ന കണ്ടിട്ട് സഹിച്ചില്ല, അതാ. വൈദ്യരെ കൊണ്ടുവന്ന് തിരുമിച്ച പ്രയോജനം ഉണ്ടാവാതിരിക്കില്ല. ഇന്ന് തന്നെ അപ്പച്ചപ്പനോട് പറയാം വൈദ്യരെ ഒന്ന് കൊണ്ടുവരാൻ. എന്തിനാ സീതയെടുത്തി വെറുതെ പ്രായമായ അപ്പച്ചപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെ, അയാളുടെ വീടോ വൈദ്യശാലയോ എവിടെയെന്ന് വെച്ചാ പറഞ്ഞു തന്നാ മതി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അല്ല, എന്റെ വേദനയുടെ കാര്യം എനിക്ക് പറയാലോ. ജംഗ്ഷനില് വായനശാലയോട് ചേർന്നിരിക്കുന്ന കെട്ടിടത്തില വൈദ്യശാല. വീട് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. മതി, ഇത്ര അറിഞ്ഞാ മതി. ഇനി ബാലേട്ടന്റെ എല്ലാ ദിനവും മാറിയെന്നങ്ങ് വിചാരിച്ചാ മതി. ഒക്കെ ഞാൻ ഏറ്റു. അല്ല, അയ്യോ, ഞാൻ ഏറ്റുന്നേ. ശരി സീതയെടുത്തി, അതെ, ഒരു 50 രൂപ എടുക്കാനുണ്ടോ? അല്ല, എങ്ങനെ വെറും കൈയോടെ അവിടെ കയറി ചെല്ലുന്നത്? നിന്നെ പുറത്ത് വിട്ടു എന്ന് തന്നെ അപ്പച്ചി അമ്മ അറിഞ്ഞ ബഹളാവും. പണം കൂടി തന്നു അറിഞ്ഞാലേ തീർന്നു.
വേണ്ട വേണ്ട വേണ്ട, കാശ് വേണ്ട. ബാലേട്ടന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ ത്യാഗത്തിന്റെ പേര് സീതയെടുത്ത് ഇനി പഴിയേക്കണ്ട. ആ, എല്ലാ കുറ്റവും എന്റെ തലയിൽ ഇരിക്കട്ടെ. കണ്ണീര് കുടിച്ചു കുടിച്ച് എനിക്കിപ്പോ ശീലമായി. പിന്നെന്താ? ഞാൻ നാളെ വിളിക്കടാ. ആ, നീ വീട്ടിലോട്ടൊന്ന് വന്നാൽ മതി. ഓ ശരി. ആ ശരി ശരി. അതെ ചേട്ടാ ചേട്ടാ, ഒരു സെക്കൻഡ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അല്ല ചേട്ടാ, ഈ മൊബൈൽ ഒന്ന് തരാമോ? അത്യാവശ്യമായിട്ട് ഒരു കോള് വിളിക്കാനായിരുന്നു. വല്ല തീവ്രവാദിയും മറ്റോ ആണോ? എനിക്ക് പുലിവാലാവരുത്. അയ്യോ അല്ല ചേട്ടാ, എന്റെ ഒരു കസിനെ വിളിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഫോൺ ചോദിച്ചത്. പ്ലീസ് ഒരു കോള് ഇങ്ങ് താ, ഞാൻ ഇപ്പൊ തരാം. ഹലോ ബാസ്റ്റിൻ, ഞാനാ മതികല. ഇത്തിരി കുഴമ്പ് ചൂടാക്കി തിരുമ്മി തരണം. വേണ്ട, കൈക്കും കാലിനൊക്കെ അല്ലേ കുഴമ്പിടാൻ പറ്റുള്ളൂ. മനസ്സിനോ? ഉള്ളിലെ മുറിവുണക്കുന്ന തൈലം വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഉള്ളിലെ മുറിവുകൾ സ്വയം സൃഷ്ടിച്ചതല്ലേ. ആരോ എന്തോ പറയുന്നത് കേട്ട് ഇല്ലാത്ത മകന് വേണ്ടി കൊതിച്ചാൽ മനസ്സിന് മുറിവേൽക്കും. ഞാൻ വിചാരിച്ച ആ മുറിവ് ഉണങ്ങില്ല. കൂടുതൽ സംസാരിക്കണ്ട. നിന്നോട് വഴക്കുണ്ടാക്കാൻ ഞാനില്ല. ദയവ് ചെയ്ത് എന്റെ അസ്വസ്ഥതകൾക്ക് പരിഹാരമായി അടുത്തേക്ക് വരാതിരുന്നാ മതി. ബാലേട്ടന്റെ അസ്വസ്ഥതകൾക്ക് ഞാനല്ലാതെ പിന്നെ വേറെ ആരാ പരിഹാരം കാണേണ്ടത്? നിലവിളക്കിനെയും ദൈവങ്ങളെയും സാക്ഷിയാക്കി ശുഭമുഹൂർത്തത്തിൽ എന്റെ കൈ പിടിക്കുമ്പോ മനസ്സുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ കൈമാറിയിരുന്നു. ഇനി ഒരിക്കലും ഈ കൈ വിടില്ലെന്ന്. നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാ. എന്നാലും തൽക്കാലം ഈ പിടിവിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിന്റെ അസ്വസ്ഥത പരിഹരിക്കാൻ മാർഗമൊന്നും എന്റെ കയ്യിലില്ലെങ്കിലും ശരീരത്തിന്റെ വയ്യായ്മകൾ മാറ്റാൻ എനിക്ക് കഴിയും. അതിനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്തേർപ്പാട്? ബാലേട്ടനെ ചികിത്സിക്കാനായി ആ പഴയ വൈദ്യരെ വരുത്താൻ ഞാൻ തീരുമാനിച്ചു. പഴയ ആരോഗ്യം വീണ്ടെടുത്ത് ബാലേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നിർത്ത്. തൽക്കാലം എന്നെ ചികിത്സിക്കാൻ ഒരു വൈദ്യനും വേണ്ട. നഷ്ടപ്പെട്ടു പോയ എന്റെ മകനെ കുറിച്ചുള്ള ഓർമ്മകളാ. നിവർന്നു നിൽക്കാനും ഉറച്ച കാലടികളോടെ നടക്കാനും പൊരുതാനും എനിക്കുള്ള മരുന്ന്. വേറൊരു ചികിത്സ എനിക്ക് വേണ്ട. അതിനുവേണ്ടി ഒരു വൈദ്യനും വയലോരം വീടിന്റെ പടി കടന്ന് ഇങ്ങോട്ട് വരികയും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വൈദ്യരെ വിളിക്കാനായിട്ട് കല പോയി കഴിഞ്ഞു. കലയോ? ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ പുറത്തേക്ക് വിട്ടത്? അവൾക്ക് പുറത്തു പോവാൻ എന്റെ അനുമതി എന്തിനാ ബാലേട്ട? നടുവിനും വയറിനും വേദനയുണ്ട് അവൾക്ക്. വൈദ്യരെ കണ്ട് മരുന്നും വാങ്ങി ബാലേട്ടന്റെ കാര്യവും സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. എന്തിനാ നീ സമ്മതിച്ചത്? അപ്പച്ചീമ്മയുടെ അനുവാദം ചോദിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ നിനക്ക്? ബാലേട്ടൻ വെറുതെ ക്ഷോഭിക്കണ്ട. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ പൗരന്മാർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഇല്ല. കൊലക്കേസിൽ പ്രതി അവള്. അവളുടെ സ്വാതന്ത്ര്യത്തിന് ലിമിറ്റുകളുണ്ട്. അഥവാ കൂടുതൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവളത് എടുത്തോട്ടെ. പക്ഷേ അത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നിട്ട് മതി. ബാലേട്ടാ, ആ സുഖമായിരുന്നോ? എന്താ സുഖു പ്രത്യേകിച്ച്? അല്ല ബാലേട്ടന് ഇപ്പം എങ്ങനെയുണ്ട്? ഭേദമായി വരുന്നു. ബാലേട്ടാ, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനായിരുന്നു.
ഇവിടുത്തെ രവിയുടെ ഭാര്യ അല്പം മുമ്പ് എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി ആരെയോ വിളിച്ചിരുന്നു. നിങ്ങളെയൊക്കെ എനിക്ക് പരിചയമുണ്ടെന്ന കാര്യം ആ കുട്ടിക്കറിയില്ല. അതുകൊണ്ടാ എൻ്റെ ഫോൺ വാങ്ങിയത്. അവൾ ആരെയാ വിളിച്ചത്? അതറിയില്ല, പക്ഷേ എന്തോ കാര്യം നടന്നതിൻ്റെ സന്തോഷമായിരുന്നു ആ സംസാരത്തിൽ. ദാ ഈ നമ്പറിലേക്കാണ് വിളിച്ചത്. എന്നാ ഞാൻ വരട്ടെ ബാലേട്ട. ശരി. അവൾ ആരെയായിരിക്കും വിളിച്ചത്? ആർക്കറിയാം, പുതിയ ഗൂഢാലോചനകൾ തുടങ്ങിക്കാണും. അല്ല, നമുക്ക് ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചാലും എടുക്കുന്നയാൾ സത്യം പറയണമെന്നില്ല. നമ്പർ കയ്യിലിരിക്കട്ടെ, എന്തു വേണമെന്നൊക്കെ പിന്നീട് ആലോചിക്കാം. വൈദ്യരെ കണ്ടിട്ട് അവളിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. ഹലോ ബാസ്റ്റിൻ. അഭിനന്ദനങ്ങൾ. മല പോലെ വന്ന DNA ടെസ്റ്റിന് മഞ്ഞു പോലെ ഒരുക്കി തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. ബാസ്റ്റിൻ അറിയോ, ഉടനെ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിപ്പിച്ച ഒരു അഗ്നിപർവ്വതത്തിന് മേലെയായിരുന്നു ഞാൻ. DNA ടെസ്റ്റ് പോസിറ്റീവായ ഒക്കെ തീർന്നേനെ ഇതോടെ. വയലോരം വീട്ടിലെ ചെകുത്താന്റെ സന്തതികൾ എന്നെ പിച്ച് കയറി ചോര കുടിച്ചേന്. ആ നേരത്താ സഞ്ജു എന്നെ തേടി വന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് വിവരം ഞാൻ അവനെ ധരിപ്പിച്ചു. അത് രക്ഷയായി. സഞ്ജു എന്നെ വിളിച്ചപ്പോ കാര്യം അറിയാൻ ഇത്തിരി വൈകിപ്പോയല്ലോന്നാ എനിക്ക് ആദ്യം തോന്നിയത്. എന്നാലും ഒരു തരത്തിൽ സംഗതി ഒപ്പിച്ചെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാന നിമിഷം വരെ എനിക്ക് ടെൻഷനായിരുന്നു ബാസ്റ്റിൻ. ആരെയും വിളിക്കാൻ പോലും നിവൃത്തിയില്ലാതെ നീറുകയായിരുന്നു ഞാൻ. ഒടുവിൽ ഞാൻ കാത്തിരുന്ന മെസ്സേജുമായി CI മുംതാസ് വന്നപ്പോഴാ ശ്വാസം നേരെ വീണത്. DNA റിസൾട്ട് നടന്ന തിരിമറി അറിയാതെ ചൈൽഡ് ട്രാഫിക് കേസിന് പിന്നാലെ ഓടുക പൂച്ച പോലീസുകാരി. ഇവളെയൊക്കെ സർക്കിളാക്കിയ ഡിപ്പാർട്ട്മെന്റിന് വേണം പറയാൻ. അയ്യപ്പൻകുട്ടി യോഗനിദ്രയില് ICUയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാ ഭാഗ്യമായിരുന്നു. അതുകൊണ്ടാ കേസ് മുംതാസിന്റെ കയ്യിലെത്തിയത്. അവളുടെ സ്ഥാനത്ത് അയ്യപ്പനായിരുന്നെങ്കിൽ എന്നെയും കേസിൽപ്പെടുത്തി പേട്ട തുള്ളിച്ചേൻ അയാള്. എന്നാലും ചിലപ്പോൾ മുംതാസ് മേഡത്തെ ചോദ്യം ചെയ്യാൻ വന്നേക്കും, സൂക്ഷിക്കണം. മുംതാസ് ചോദ്യം ചെയ്യാൻ വന്നാലും എന്റെ ഒപ്പം പരിശുദ്ധ സീതാദേവി നിൽക്കും ബാസ്റ്റിൻ. എന്റെ കുഞ്ഞ് ഇത് തന്നെയാണെന്നും കലമോള് കുഞ്ഞിനെ കടത്തിയിട്ടില്ലെന്നും സീതാദേവി പറഞ്ഞോളും. അമ്മയുടെ സെന്റിമെന്റ്സ് കണ്ട് മുംതാസ് ഗ്ലിസറിനില്ലാതെ കരയും. കേരള പോലീസിൽ ഇതുപോലത്തെ കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് വലിയ ഉപകാരമായിരുന്നേനെ. മേഡത്തെ പോലെയുള്ളവർക്ക് എന്ന് വേണം പറയാൻ. നേർക്ക് നേരെ നിന്ന് പോരാടുന്നവർക്ക് വലിയ ശല്യവാ ഇത്തരം പോലീസുകാരികൾ. ഇപ്പം നടന്ന പോലത്തെ സൂത്രപ്പണികളെ ഇവരോട് നടക്കൂ. എന്നാലും എങ്ങനെ ബാസ്റ്റിൻ വയലോരം വീട്ടിലെ രാജകുമാരനെ നിങ്ങള് വെറും അനാഥനാക്കിയത്? അല്ല, അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. സിമ്പിൾ മാഡം. ബാലന്റെയും സീതയുടെയും ബ്ലഡ് സാമ്പിൾ രായ്ക്ക് രാമാനം മാറ്റി പകരം അവിടെ എന്റെയും എന്റെ ഭാര്യയുടെയും ബ്ലഡ് സാമ്പിൾ ഇടം പിടിച്ചു. വയലോരം വീട്ടിലെ രാജകുമാരന്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവില്ലല്ലോ. സോ ദ റിസൾട്ട് ബിക്കേം നെഗറ്റീവ്. ഒരുപാട് നാള് കൂടിയിട്ടാ ഇങ്ങനെ മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ പറ്റുന്നത് തന്നെ. പോലന്റെയും കുപ്പച്ചിയമ്മയുടെയും കുപ്പച്ചിയപ്പന്റെയും മുഖത്ത് നോക്കി ഇതുപോലൊന്ന് ചിരിക്കാൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്തോ. എല്ലാം ശരിയാവും മാഡം. എന്ത് സഹായത്തിനും ഞാൻ ഒപ്പം ഉണ്ട്. അതെനിക്കറിയാം ബാസ്റ്റിൻ. എന്നെ സഹായിക്കുന്ന ആൾക്കാരില് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തത് ബാസ്റ്റിൻ മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. തൽക്കാലം നന്ദിയൊന്നും പറയണ്ട മാഡം. പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നും കരുതണ്ട. ഓർമ്മയുണ്ടാവണം. തീർച്ചയായിട്ടും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ഉള്ളവളായി ഈ മതികല. പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്ന കാലത്ത് ബാസ്റ്റിൻ എന്തും ആവശ്യപ്പെടാം.
ഈ മഹാറാണിയുടെ സാമന്തന്റെ സ്ഥാനം ഉണ്ടാവും നിങ്ങൾക്ക്. അതെനിക്കറിയാം. തൽക്കാലം മഹാറാണിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറ, അത് ചെയ്യാം. അത്യാവശ്യമായി ഒരു വൈദ്യന്റെ സേവനം ആവശ്യമുണ്ട്. രാഷ്ട്രപിതാവിന്റെ ചിത്രമുള്ള കടലാസ് കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്ക്. ഇതിപ്പോ വെറും കടലാസായ മേഡം. എന്താ സംശയം? ആവശ്യത്തിൽ കൂടുതൽ കയ്യിലുണ്ടാവുമ്പോഴേ ഇതിന് വിലയുള്ളൂ ബാസ്റ്റിൻ. വയലോരം വീട്ടിലെ ജോലിക്കാരിയുടെ കയ്യിൽ പണം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചെലവാക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തപ്പോ നോട്ടുകെട്ടുകൾക്ക് അച്ചടിച്ച കടലാസിന്റെ വില പോലും ഇല്ലെന്ന് മനസ്സിലാവും. അത് മതിയോ? മതി മതി. വൈദ്യന്റെ വില ഇതിന്റെ പാതിയേ വരൂ. ഞാൻ വിളിക്കാം ബാസ്റ്റിൻ. പറ്റുമെങ്കിൽ എനിക്കൊരു മൊബൈൽ ഫോൺ കൂടി സംഘടിപ്പിച്ചു തരണം. അതൊക്കെ തരാം, മേഡം വിളിച്ചാൽ മതി. ശരി. അതെ, അപ്പുറത്തെ അമ്മയില്ലേ, ആ അമ്മ പറയാ രാഹുലൻ കള്ളനാന്ന്. ആ അമ്മയെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചില്ലേ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. ഞാൻ ചെന്ന് കണ്ടോളാം കുട്ടിമണി. രാധു, രാധു, എന്തിനാ ചേച്ചിയെ വിളിക്കുന്നേ? എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. എന്ത്? ജോലി അന്വേഷിച്ചു പോയിട്ട് ഇത്ര വേഗം തിരിച്ചു വന്നോ? ജോലി അന്വേഷിച്ചു പോയാ ഞാൻ ജോലി സമ്പാദിച്ചിട്ടാ വന്നേക്കുന്നത്. ഇത് ബേക്കറി ഐറ്റംസാ, ലഡു, ജിലേബി, ഹൽവ ഒക്കെ ഉണ്ട്. ഏത് ബേക്കറിന്ന് ഇതൊക്കെ മോഷ്ടിച്ചത്? അയ്യോ, മോഷ്ടിച്ചതല്ല, ഞാനിതൊക്കെ അധ്വാനിച്ച് സമ്പാദിച്ചാണെന്ന് ദേ അളിയനറിയാം. ഇല്ലേ അളിയ? അതെ അതെ, ആരോ വന്ന് പരികർമ്മത്തിന് വിളിച്ചോണ്ട് പോകുന്ന കണ്ടു. ആ, എന്നെ സഹായത്തിന് വിളിച്ചോണ്ട് പോയതേ ചില്ലറക്കാരനല്ല, മഹാമാന്ത്രികനാ. ചുട്ട കോഴിയെ പറപ്പിക്കുന്നവൻ, മനസ്സിയൻ നമ്പൂതിരിപ്പാട്. ആ ദാണ്ടെ, ഇതൊക്കെ മോൾക്കുള്ളതാ. ദാ, പിടിച്ചോ. എനിക്കാ? മധുരം മോൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. ആ, ഇരിക്കട്ടെ. ആ, രാധു, ദാ 500 രൂപ നീ വെച്ചോളൂ. ഇന്നത്തെ പരികർമ്മത്തിന് കിട്ടിയ ദക്ഷിണ. അയ്യോ, ഈശ്വര, എന്റെ മരുമോന് നീ നല്ല ബുദ്ധി വരുത്തിയല്ലോ. ഇനി എന്റെ മോനെ കൂടി നേർവഴിക്ക് നടത്തണേ. എന്താ അളിയാ നേർവഴിക്ക് നടക്കാത്തത്? അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? ആ പിന്നെ, കുട്ടിമണിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ, ബാധ കയറിയതാവും. നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാനായി നമുക്കിവിടെ ഒരു പൂജ നടത്തിയാലോ? പൂജ വഴിപാടൊന്നും നടത്തിയാലൊന്നും ഓർമ്മ തിരിച്ചിട്ടില്ല. കിട്ടും, കിട്ടുവളിയാ. മനസ്സിനെ നമ്പൂരിപ്പാട് പൂജ നടത്തിയാല് തീർച്ചയായിട്ടും ഓർമ്മ തിരിച്ചു കിട്ടും. ബാധ പറക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പൂജ നടത്തിയാലോ? നടത്തി നോക്കുന്നതിൽ തെറ്റില്ലെന്നാ എനിക്കും തോന്നുന്നത്. തെറ്റേ ഉള്ളൂ. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടിക്ക് എന്നെ കിട്ടില്ല. അളിയൻ കൂട്ടിക്കണ്ട. ഇത്തിരി കാശ് എന്നെ ഏൽപ്പിച്ചിട്ട് അളിയൻ മാറിയെന്നോ? തിരിച്ചു വരുമ്പോഴേക്കും ഓർമ്മ കിട്ടിയ കുട്ടിമണിയെ നിങ്ങൾക്ക് കാണാം. ആ, പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മളെയൊക്കെ അവൾ ഓർക്കുവോ എന്തോ? നമ്മളെ ഓർത്തില്ലേലും വേണ്ടില്ല, അവളുടെ അസുഖം ഭേദമായാൽ മതി. ആ, അതെ അതെ. ഞാനേ കുറച്ച് പോയി നിങ്ങെടുത്തു, അമ്മച്ചി കൊടുത്തിട്ട് വരാവേ. ആ ശരി. അയ്യോ, പൂജ നടത്തിയ കുട്ടിമണിക്ക് വേദനിക്കില്ല അളിയാ? പൂച്ച? അയ്യോ, പൂജയല്ല കുട്ടിമണി, പൂജ പൂജ. നീ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ഒരു പൂജ ചെയ്യണമെന്ന് അളിയൻ പറയുന്നത്. പക്ഷെ അളിയൻ പറഞ്ഞ പൂജാരി ഉണ്ടല്ലോ, നിന്നൊരു കളത്തിലിരുത്തിട്ട് ചൂരിലുണ്ട് തല്ലും. അങ്ങനെയാ ബാധ ഒഴിപ്പിക്കുന്നത്. എന്നെ തല്ലിയാ ഞാൻ തിരിച്ചു തല്ലും. അയ്യോ, അങ്ങനെയല്ല ബാധ ഒഴിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ ബാധ ഒഴിപ്പിക്കുന്നത്. നീ മിണ്ടുപോലെ എന്നെ തല്ല, നീ ആളെ കൊണ്ടുവരാടാ. അയ്യോ ഇല്ലില്ല. അയ്യോ, കൊണ്ടുവരുന്നു പറഞ്ഞു കുട്ടിമണി. അത്രയ്ക്കായാടാ നീ. അയ്യോ മോളെ, അടങ്ങിയിരി. അയ്യോ, ഇടിക്കല്ലേ മോളെ, ഇടിക്കല്ലേ മോളെ, ക്ഷമിക്കണം. ക്ഷമിക്കണേ രാവിലെ. കൂടുതൽ ക്ഷമിച്ചാൽ മതി കുട്ടിമണി. അളിയാ എന്നോട് അയ്യോ മോളെ ഇടിക്കല്ലേ. അതൊന്നും പറ. എന്നോട് കളിച്ചല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാ. എന്നാലും അവളെന്നെ ഇടിക്കുന്നത് കണ്ടിട്ട് നീ പോലും ഒന്ന് തടഞ്ഞില്ലല്ലോ രാധു. ആ പാവത്തിനെ ചൂരിലുകൊണ്ട് തല്ലിപ്പിക്കാനേ നിങ്ങൾ പദ്ധതി ഇട്ടല്ലേ? കൊള്ളട്ടേന്ന് ഞാനും വിചാരിച്ചു. അതെ അളിയാ, ചേച്ചിക്ക് കൊടുത്ത 500 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് വന്നാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വീറ്റ്സ് വാങ്ങാൻ എവിടുന്നാ കാശ് കിട്ടിയത്? അളിയൻ അറിയണോ? ആ, വേണോ അളിയാ? അതെ, മനസ്സിൽ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ട് പിച്ചള നമ്പൂതിരി വാങ്ങി തന്നതാ കുട്ടിമണി അന്തർജനത്തിന് കൊടുക്കാൻ. അളിയ, അളിയൻ വെള്ളം കുടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അളിയ. അളിയനെ ഇവിടുന്ന് പറപ്പിക്കണം, ഇല്ലെങ്കിൽ പാലും വെള്ളത്തിൽ കണ്ണൊന്ന് തൊപ്പണ്ട താമസം. കടന്നു കളഞ്ഞല്ലോ അവള്.
ഇങ്ങ് പോരട്ടെ ഉള്ളു. ഇങ്ങ് വരട്ടെ വിളി, ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. എന്തായാലും ഗേറ്റ് കടന്നല്ലേ അവള് വരത്തുള്ളൂ. ഇങ്ങ് പോരട്ടെ. എല്ലാം വാങ്ങിക്കൊണ്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ. അവക്ക് പണി ഞാൻ വച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ പറമ്പിലോട്ട് പോയ തക്കം നോക്കി അവൾ കടന്നു കളഞ്ഞല്ലോ. ആരെയൊക്കെ കാണുമെന്നോ എന്തൊക്കെ ശോഭക്കേട് ചെയ്യുമെന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാം. ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാനും അറിഞ്ഞില്ല അപ്പച്ചമ്മ. വൈദ്യരെ കാണണമെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു. ബാലേട്ടന്റെ കാര്യവും നടക്കുമല്ലെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. മോള് വിഷമിക്കണ്ട, നിന്റെ നല്ല മനസ്സിനെ അവള് മുതലെടുത്തു. ഇങ്ങ് വരട്ടെ ആ മൂദേവി, അവക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇനി ഇവിടെ താമസവും വേലയൊന്നും വേണ്ട. ഇതിനകത്ത് കയറ്റരുത് അവളെ, അതാ വേണ്ടത്. ഈ അവസരത്തിൽ അടിച്ചിറക്കി വിടുന്നത് ബുദ്ധിയല്ല. തന്ത്രപൂർവ്വം ഇവിടെ നിർത്തി അവരുടെ നീക്കങ്ങൾ അറിയണം. അവളുടെ എന്ത് നീക്കം ഇനി അറിയാനുള്ളത്? അതെന്തായാലും ഈ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമല്ല. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ. ഈ വയലോരം വീട്ടിൽ നിന്നുകൊണ്ട് അവള് ചെയ്തത് എന്തായാലും അത് ഈ കുടുംബത്തെ ബാധിക്കുന്നത് തന്നെയാണ്. എന്തായാലും അവൾ ഇവിടെ നിന്ന് ഇറങ്ങി വിളിച്ചത് ആരെയാണെന്ന് കണ്ടുപിടിക്കണം. എന്തിനാണെന്ന് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. നിക്കടി അവിടെ. എന്താന്നാടി നിന്റെ കയ്യില്? ഇത് വയറുവേദനയ്ക്കും തലവേദനയ്ക്കുള്ള മരുന്നുകളാ അപ്പച്ചിയമ്മ. വൈദ്യം തന്നതാ. കാണിക്കടിയല്ല. ഇത് അരിഷ്ടം, ക്ഷീണം മാറാനാ. ഇത് ഈ പൊടി കലക്കി കുടിച്ചാ വയറുവേദനയും മാറും. പിന്നത് ഇത് കുഴമ്പ, തിരുമാനുള്ളതാ നടുവിനെ. ഇതൊക്കെ വാങ്ങിക്കാൻ നിനക്ക് എവിടെ നടി കാശ് കിട്ടിയത്? അത് മൂക്കിൽ പിടിക്കാൻ എന്തിനാ 3 ചുറ്റ്? ഏതവനെ ഫോണിൽ വിളിച്ചു വരുത്തിയെന്ന് നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ? അയ്യോ, ഞാൻ വിളിച്ചു വരുത്തിയെന്നോ? നുണ പറയണ്ട കലെ. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആരെയോ നീ വിളിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഓ അതോ? അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ. മരുന്ന് വാങ്ങാൻ കാശ് വേണമായിരുന്നല്ലോ. അതാ കാശ് കിട്ടി, അതുകൊണ്ട് ഇതൊക്കെ വാങ്ങാൻ പറ്റിയത്. ബാലേട്ടനെ നോക്കാൻ വേണ്ടി നാളെ ഇങ്ങോട്ട് വരാന്ന് വൈദ്യര് സമ്മതിച്ചിട്ടുമുണ്ട്. ബാലേട്ടനെ മുമ്പ് ചികിത്സിച്ച കഥകളെ ഒരുപാട് പറഞ്ഞു കേട്ടു. നല്ല മനുഷ്യനാ കേട്ടോ. നിന്റെ സർട്ടിഫിക്കറ്റും കിട്ടിയല്ലോ. ഇനി അയാളെ വൈദ്യ ശിരോമണി എന്ന് വിളിക്കാം. ശിരോമണി തന്നെയാ. ആരോഗ്യവാനായ നമ്മുടെ പഴയ ആ ബാലേട്ടന് അദ്ദേഹം നമുക്ക് തിരിച്ചു തരൂ അപ്പച്ചിമ്മേ. എന്നാ പിന്നെ ഞാൻ അകത്തേക്ക് പൊക്കോട്ടെ. ഈ പൊടിയൊക്കെ ചൂടുവെള്ളത്തിൽ കലക്കി വേണം കുടിക്കാൻ. ഒരുപാട് നടന്നുണ്ടാവും, വല്ലാത്ത ക്ഷീണമുണ്ട്. അവള് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരെയാണ് അവൾ വിളിച്ചതെന്ന് കണ്ടുപിടിക്കണം ബാല. ഇനി ഇതുപോലെ പുറത്തു പോണോന്നും പറഞ്ഞ് അവള് വന്നാ പോയിക്കൊള്ളാൻ തന്നെ പറയണം. എന്നിട്ട് എന്നോട് പറഞ്ഞാ മതി, ഞാൻ അവളുടെ പുറകെ പോയിക്കൊള്ളാം. മനസ്സിലായോ? എന്നാ അകത്തേക്ക് ചെല്ല്. ആ മരുന്ന് കലക്കുന്നത് അവക്ക് തന്നെയാണോ അതോ നമുക്ക് വേണ്ടിയാണോ എന്ന് ശ്രദ്ധിക്കുക. അയ്യോ, വല്ല വിഷവും കൊണ്ടുവന്നതാണോ എന്ന് അറിയത്തില്ലല്ലോ. ചെല്ല്. എന്തിനാ അപ്പച്ചമ്മേ നമ്മളിങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്? അടിച്ച് പുറത്താക്കിയ പ്രശ്നം തീർന്നില്ലേ? നീ ഒന്ന് വെറുതെ ഇരിക്കും ബാല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവളുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്താക്കിയാൽ മതി. ഒക്കെ ഞാനേറ്റ്, മക്കള് സമാധാനമായിട്ടിരിക്കും. എന്നാലും ഈ പിള്ളേരെ എവിടെ പോയി കിടക്കുന്നു? അടിച്ചാണെന്നും പറഞ്ഞ് രാവിലെ കെറ്റി ഒരുങ്ങി അങ്ങോട്ട് പോകുന്നു. എന്നൊരു കാര്യം. നീ എന്താ കുട്ടിപ്പണി റോഡിലേക്ക് നോക്കി നിൽക്കുന്നത്? നിന്റെ കുട്ടിപ്പട്ടാളം വരാൻ സമയമാവുന്നതല്ലേ ഉള്ളൂ. എല്ലാരും സ്കൂളിലല്ലേ? ഈ സ്കൂളിൽ തുടങ്ങിയാലെ കണ്ടാണ്ട് ഞാൻ ഇടിച്ചിടിച്ച് പഞ്ചറാക്കും. അതുകൊള്ള. അപ്പൊ ഈ നാട്ടിൽ സ്കൂളും വിദ്യാഭ്യാസം ഒന്നും വേണ്ടെന്നാണോ നിന്റെ അഭിപ്രായം? എന്നാത്തിനാണ് ആ സമയം കൂടി പിള്ളേരങ്ങ് കളിച്ചിട്ട് അതല്ലേ രസം. കുട്ടിമണി ആ പറഞ്ഞത് നേരാ. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉടച്ചു വാർക്കേണ്ട കാലം കഴിഞ്ഞു. മൂല്യച്യുതിയല്ലേ എല്ലായിടത്തും.
കുട്ടിമണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നിനക്ക് തൃപ്തിയായില്ലല്ലേ? ആ ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. കുട്ടിമണി എന്റെ കുഞ്ഞു പെങ്ങളല്ലേ അമ്മേ? ആ എന്നാ കുഞ്ഞു പെങ്ങടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചു. ആ മോളെ എങ്ങനെ ഉണ്ടായിരുന്നു സ്വീറ്റ്സ്? എന്തോന്ന്? ഞാൻ കൊണ്ടുവന്ന ലഡുവും ജിലേബി അലുവയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കൊഴപ്പില്ലായിരുന്നു. ഇതേ കളിച്ചാൻ വരുന്നേ പിള്ളേർക്കൊള്ളയാ. കൊടുത്തു വേണമെങ്കിൽ ഇനിയും മേടിച്ചു തരാം. ആ വേണ്ട. എന്തു പറഞ്ഞാലും മേടിച്ചു തരാൻ കുട്ടിമണിയുടെ ഭർത്താവ് റെഡിയാ. ഭർത്താവോ? ഏത്? ആ കള്ളനാ? അയാള് കള്ളനല്ല. സത്യം പറഞ്ഞാ ഇവിടുത്തെ രാഹുലിനാ കള്ളൻ. രാഹുലിനല്ല, നീയാ കള്ളൻ. നിന്നെ കൊണ്ടാ. അല്ല ഭർത്താവ്. നിന്നെ നിന്നെ കുട്ടിമണിയുടെ ഭർത്താവിനെ കുറിച്ച് എന്നോട് പറയളിയാ, ഞാനേ എത്ര വേണമെങ്കിലും കേൾക്കാം. കളിയാക്കണ്ട. നീ മാത്രമല്ല, ഈ കുട്ടിമണി ഒരു ദിവസം ഒക്കെ അറിയും. നിന്റെ ചേച്ചി അമ്മയും കൂടി നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. വേണ്ടാന്നുണ്ടെങ്കില് ഇപ്പൊ തന്നെ നീ അവളെ തിരിച്ചു കൊടുത്ത് തടി ഊരിക്കൂ. അതാ നിനക്ക് നല്ലത്. കുട്ടിമണി, നീ പിന്നെ എന്നെ ഇവിടെ ഓടിക്കാൻ നോക്കാ? നിന്നെ കാണിച്ചറാ. നിന്നെ ഞാൻ അയ്യോ അറിയല്ലേ മോളെ, ഞാൻ നിന്റെ ഫ്രണ്ടാ. അയ്യോ അറിയല്ലേ. അയ്യോ കാലക്കി കുട്ടിമണി, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. അളിയനെ നമുക്കിത് ശരിപ്പെടുത്താം. അലിയനല്ല, പുലിയൻ പുലിയൻ. അവന്റെ ഒരു ലഡു ജിലേബി. ചേച്ചി വാ കളിക്കാം. അവരൊക്കെ വന്ന് ഞാനിപ്പോ വരാവേ. വാ മോളെ വാ, അമ്മയുടെ പൊന്നു മോള് വാ വാ വാ. അമ്മയാ മോളെ, അമ്മ. നിനക്കിത് മനസ്സിലായില്ലേ? അല്ല അമ്മ എവിടെയായിരുന്നു ഇത്ര നാള്? ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മോളെ. നീ വാ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. പക്ഷെ അതിന് അമ്മക്ക് നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെങ്ങനെയാ? പറ്റും മോളെ. നീ വിളിച്ച അമ്മ നടന്ന് നിന്റെ അടുത്തേക്ക് വരും. വിളിക്കും മോളെ. അമ്മേ അമ്മ പോലെ അമ്മ പോലെ. അമ്മ പോയോ? എന്റെ അമ്മ അമ്മ പോയോ? അമ്മ രാവില 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 രാവിലെ എനിക്ക് രാവില എനിക്ക് രാവിലെ എനിക്ക് രാവില ഞാൻ ഇന്നും അമ്മ സ്വപ്നം കണ്ടു. സ്വപ്നത്തില് അമ്മ വണ്ടി കശേരി എഴുന്നേറ്റു. പിന്നെ ഒരുപാട് വർത്താനം പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യം കണ്ടത് വേറൊരു അമ്മയാ. അതെന്താ അങ്ങനെ? എന്താ അങ്ങനെ? രണ്ട് രാഹുലിനാ? അളിയാ, ആളിന് ഇത്ര വൃത്തിട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കഴിയില്ല. അയ്യോ ഞാനൊന്നും ചെയ്തില്ല. നീയാണെന്ന് കരുതി ഇവിടെ എന്റെ അടുത്ത് വന്നിരുന്നതിന് ഞാനെന്ത് പഴിച്ചു? ആളിയൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ആളിയനൊന്നും പറയാൻ പാടില്ലായിരുന്നോ ആള് മാറിയെന്ന്? കുട്ടിമണി, നിനക്കൊന്നും ഉറക്കെ കരയാൻ പാടില്ലായിരുന്നോ? അയ്യോ എന്തിനാ കരയുന്നത്? ഞാനൊന്നും ചെയ്തില്ല. ചെയ്തു. അളിയൻ വൃത്തിയോടെ കാണിച്ചു. ഇല്ല കുട്ടിമണി, ഞാനൊന്നും ചെയ്തില്ല. ഈ സ്വഭാവം നിങ്ങക്ക് തുടങ്ങിയോ? കടക്ക് പുറത്ത്. ഇനി നിങ്ങൾ എനിക്ക് കാണണ്ട. ഒന്നും ചെയ്തില്ല രാധു. ഇനി ഒന്നും പറയണ്ട, ഇറങ്ങി പോ ഇവിടുന്ന്. നിങ്ങൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. രാധു, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞിട്ട് കുറ്റസമ്മതം എടുത്ത് ഇവിടെ തിരിച്ചു കയറാൻ നോക്കണ്ട. അറിയോ, ഇങ്ങോട്ട് പോ. മതി. ഈ വൃത്തികെട്ടവന്റെ കൂടെ കുറെ കാലം പുറത്തല്ലോ ഞാൻ.
എന്റെ ഈശ്വര. വിടാന് നടക്ക്. വിടാന് പറഞ്ഞത്. ഞാൻ സത്യം പറയട്ടെ. എന്ത് എളിയാ പുതിയ സഹായികള്? രക്ഷിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ദേ, എന്നോട് കളിച്ച ഗതി ഇതായിരിക്കും ചെന്ന് അവന്മാരോട് പറഞ്ഞേക്ക്. കളിക്കാൻ വന്നിരിക്കുന്നു. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. പൊക്കോടാ. പോവാൻ. അളിയൻ പോലും. വാ കുട്ടുമണി. വാ. നടക്ക്. അളിയാ രാഹുല, ഈ പണിക്ക് 8ന്റെ പണി ഞാൻ തിരിച്ചു തന്നിരിക്കും. ശേ, രാവിലെ ഇവിടെ കാണുന്നില്ലേ മഹേഷ് പറഞ്ഞത്? കാണുന്നില്ലല്ലോ വിച്ചളെ. അയാൾ വരട്ടെ ബായ്, ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? കുട്ടുവിന്റെ മനസ്സിലേക്ക് ഒരു പാലം തീർക്കാൻ ആകെ കിട്ടിയൊരു പിടിവള്ളിയാ. അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് വിച്ചളെ. ചിലപ്പോ ആ രാഹുലിന് അയാളെ സ്വാധീനിക്കുമെന്ന്. ഈ മഹേഷ് എന്ന് പറയണവൻ ഒരു ക്യാരക്ടറും ഇല്ലാത്ത ടീമാ ബായ്. രാഹുലൻ സ്വാധീനിച്ചാലും അവൻ നമ്മുടെ കൂടെ നിൽക്കും. 2 വെള്ളത്തിൽ കാലിട്ട് നിൽക്കാം മിടുക്കരത്തരക്കാര്. നമുക്ക് വേണ്ടി നമ്മൾ നേടിയെടുക്കുക, അത്ര തന്നെ. ഇതാ വരുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ട് എനിക്ക് താമസിക്കാനുള്ള ഇടം കൂടി പോയി. എന്തു പറ്റി? അവനുണ്ടല്ലോ എന്റെ അളിയൻ, അവന് മനസ്സിലായി ഞാൻ നിങ്ങളുടെ ആളാണെന്ന്. ഇന്നലെ രാത്രി കള്ളക്കഥ പനഞ്ഞ് അവൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലായി ഞാൻ. ഇന്നലെ കുട്ടുവിനോട് എന്തെങ്കിലും സംസാരിച്ചോ? സ്വീറ്റ്സ് തന്നു വിട്ടത് ഞാനാണെന്ന് അവളോട് പറഞ്ഞോ? പിന്നെ പറയാതെ. പക്ഷെ അപ്പോഴേക്കും അവൻ കയറി വന്നില്ലേ. കുട്ടിമണിയോട് ഭർത്താവിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാൻ തെറിയൊന്നും ബാക്കിയില്ല. കുട്ടിമണിക്ക് ഒരിക്കലും ഓർമ്മകൾ തിരിച്ചിട്ടായിരിക്കാനുള്ള വഴി അവൻ ആലോചിക്കുന്നത്. അതെനിക്കും അറിയാം. പക്ഷേ ന്യൂറോളജിസ്റ്റ് റഫീക്ക് പറഞ്ഞ എന്താണെന്നറിയോ? ഒരു ചികിത്സയും നടത്തിയില്ലെങ്കിൽ പോലും ഓർമ്മകൾ തിരിച്ചു വന്നേക്കുന്ന. ഒരു ദിവസം രാവിലെ അവൾ ഉണർന്നെഴുന്നേക്കുന്നത് അവളുടെ ഭൂതകാലത്തേക്കാവും. അതിന് ചികിത്സ തന്നെ വേണമെന്നില്ല. എൻ്റെ പ്രാർത്ഥനകളും കണ്ണീരും മാത്രം മതി. പഴയതൊക്കെ ഓർമ്മ വന്ന അവൾ ഓടി എൻ്റെ അടുത്തെത്തും, ആരുടെയും സഹായമില്ലാതെ. കടലിലെ തിരമാലകൾ തീരത്തണയുന്നതിന് ആരുടെയെങ്കിലും സമ്മതം ചോദിക്കാറുണ്ടോ? ഇല്ല. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ഞാൻ നിങ്ങളെ സഹായിക്കും. പരോപകാരത്തിന് വേണ്ടിയാ എന്റെ ഈ ശരീരം. അതിന് പ്രത്യുപകാരമായി തരുന്ന ആഹാരമാ എന്റെ തടി. പക്ഷേ ആ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയ സ്ഥിതിക്ക് എന്ത് ചെയ്യും? എങ്ങനെ ഞങ്ങളെ സഹായിക്കും? എങ്ങനെയെങ്കിലും തിരിച്ചു കയറുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. കേറി പറ്റിയ കുട്ടിമണിയുടെ ഓർമ്മകൾ എങ്ങനെ വീണ്ടെടുക്കും? അതിനുള്ള വഴി പറ. ബൈ ദ ബൈ, നിങ്ങളുടെ കയ്യിൽ കുട്ടിമണിയുടെ സോപ്പുപെട്ടിയുടെ അടപ്പിരിപ്പുണ്ടോ? സോപ്പ് പെട്ടിയുടെ അടപ്പം? ബായ് എന്തായി പറഞ്ഞു തരുന്നത്? പഴയ ഹിന്ദി സിനിമകളിൽ ഓർമ്മകൾ വീണ്ടെടുക്കുന്ന അങ്ങനെയാണല്ലോ. സോപ്പൂട്ടി ഒരാളുടെ കയ്യിൽ, അടപ്പ് വേറൊരാളുടെ കയ്യിൽ. രണ്ടുപേരും പരസ്പരം കാണിക്കുന്നതോടെ ശുഭം. അതൊക്കെ സിനിമയില്. ജീവിതത്തിൽ ഓർമ്മ വീണ്ടെടുക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഡോക്ടർ പറഞ്ഞത് അയാളുടെ ഒരു പേഷ്യന്റ് പഴയ കാലം ഓർത്തത് ഒരു സ്വപ്നം കണ്ടപ്പോഴാണ്. സ്വപ്നം? കുട്ടിമണി ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു അമ്മയെ. രാഹുലിനാണെന്ന് കരുതിയ എന്നോട് അവൾ സംസാരിച്ചത്. ഏതോ ഒരു സ്ത്രീയെ സ്വപ്നം കണ്ടിട്ട് ആ സ്ത്രീ മാറി അമ്മയായെന്ന് അവൾ പറഞ്ഞത്. പിച്ചളെ, ഇതൊക്കെ തന്നെയല്ലേ ഡോക്ടർ പറഞ്ഞു മിറാക്കളുടെ തുടക്കം? എന്താ സംശയം? ഇവിടുന്ന് അങ്ങോട്ട് ബായൊരു പിടിപിടിച്ചാ നമുക്ക് നമ്മുടെ കുട്ടിമണിപ്പങ്ങളെ തിരിച്ചു കിട്ടും. പക്ഷെ ഒരു കാര്യം, ഇനി കൂടുതൽ ആലോചിക്കണമെങ്കിൽ വൈറ്റിലൂടെ വല്ലതും ചൊല്ലണം. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. നമ്പൂരിക്കുന്ന സ്പെഷ്യൽ ചിക്കൻ ഞങ്ങളുടെ വക. ഒക്കെ ശരിയായി തുടങ്ങി ബായ്. വാ. ഈശ്വരോ രക്ഷതു. വൈദ്യശാലയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാ ഇങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടിയത്. വൈദ്യര് വന്നത് എന്നെ സന്ദർശിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ എത്ര വേണേലും സംസാരിച്ചിരിക്കാം, വിരോധമില്ല. പക്ഷേ എന്നെ ചികിത്സിക്കാനുള്ള ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ വേണ്ട, ഞാൻ സഹകരിക്കില്ല. ഈ നിഷേധ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. മുമ്പും ബാലൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു തരത്തിലാണ് ഞാൻ ചികിത്സിച്ചത്. 「 ഒക്കെ നേരെയായെന്ന് തോന്നി വന്ന അവസരത്തിലാ വേണ്ടാതീനം കാണിച്ചത്.  「
ചികിത്സ വേണ്ടെന്നുള്ള നിഷേധഭാവം പഴയ മനോരോഗത്തിന്റെ തുടർച്ചയാണെന്നൊന്നും കരുതണ്ട. മരുന്നും പത്യം പറഞ്ഞ് ഈ വീടിന്റെ 4 ചൂരകൾക്കുള്ളിൽ എന്നെ കെട്ടിയിടാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് പോണം. എന്റെ മകനെ എനിക്ക് കണ്ടെത്തണം. പൂർണ്ണ ആരോഗ്യം വരാതെ എങ്ങനെയാ ബാലേട്ട മോനെ തെരഞ്ഞു നടക്കുന്നത്? ബാലേട്ടന്റെ കൂടെ ഞാനുണ്ട്. അതെ, നമുക്ക് ഒരുമിച്ച് വയലൂരം വീട്ടിലെ രാജകുമാരനെ കണ്ടെത്താം ബാലേട്ട. മിണ്ടരുത് നീ. എല്ലാ ദുരന്തങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ മുമ്പിൽ നിന്ന് നാവാടിയാൽ കൊരവള്ളിയെ കുത്തിപ്പിടിച്ച് ഇല്ലതാക്കി കളയും ഞാൻ. എന്റെ കഴുത്ത് ഞെരിക്കണമെങ്കിലും ആരോഗ്യം വേണ്ടേ ബാലേട്ട? ഇപ്പോഴത്തെ അവസ്ഥയില് അപ്പച്ചേപ്പം പിടിച്ചൊന്ന് തള്ളിയാ പോലും ബാലേട്ടൻ വീണു. ഒക്കെ ഭേദമാവണമെന്നേ സ്വയം ഒരു വിചാരം വേണോ ആദ്യം. ബാലേട്ടനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. ശരീരത്തിന് വന്ന ക്ഷതങ്ങൾ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ചികിത്സ തുടങ്ങിയാൽ മതി. പൂർണ്ണ ആരോഗ്യത്തോടെ എന്നെയും ഈ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാത്ത മകനെ തേടിപ്പോകാനായി മാത്രം ചികിത്സ ചെയ്യണമെന്നില്ല. Yeah.